ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി എങ്ങനെയാണ് ഈ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ രുചികരമായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ആദ്യം നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 10 പീസ് വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, അത് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. ക്രാബ് റോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നമ്മുടെ ഈ ക്രാബ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഈ മസാലക്കൂട്ടും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, ഇതും കൂടി ചേർക്കണം. ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഞണ്ട് റോസ്റ്റിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചേർക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്.
ഞണ്ട് റോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനിത് ഷൂട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/2 കിലോ ക്രാബ് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സ് എല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല മിക്സ് ഈ ക്രാബിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഗ്രേവി ഈ ക്രാബിലേക്ക് നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് സവാള വഴറ്റിയെടുത്തത്. ഇനി ഇതിലേക്ക് ക്രാബിന് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ക്രാബ് ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ക്രാബിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതൊന്ന് മൂടി 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രാബ് റോസ്റ്റ് എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ എന്താ പറയേണ്ടത്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല. അത്രക്ക് നല്ല കിടിലനായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അല്ലെങ്കിൽ വല്ലാത്തൊരു നഷ്ടമായി പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ് ക്രാബ് റോസ്റ്റ്. അത് ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഞാനൊന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഞണ്ട് റോസ്റ്റാണിത്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു.